25 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളാണ് ഏറ്റവും അധികം. ഞങ്ങൾ തിയേറ്ററിൻ്റെ സിനിമ തീരുമ്പോൾ നമ്മൾ സ്ക്രീനിന് മുമ്പിൽ നിന്ന് ഇവരെ കാണുമ്പോൾ നമുക്ക് കാണാം നിറച്ചും ചെറുപ്പക്കാരാണ്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ തന്നെ. പിന്നെ വരുന്നത് മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ഒരു ടീനേജ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികളെ കൊണ്ട് വന്നിട്ട് പറയുന്നത് ഞങ്ങൾ അന്ന് ഈ സിനിമ കണ്ടവരാണ്, ഈ പേരൻസ് ഇന്ന് ഞങ്ങളുടെ മക്കളെ ഇത് കാണിക്കണമെന്നുണ്ടായിരുന്നു, അവരെയും കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ തലമുറകളെ ഈ സിനിമ സ്വാധീനിക്കുന്നു, അത് അവർ ആസ്വദിക്കുന്നതിൽ അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളെ എന്തുമാത്രം വൈകാരികമായിട്ടാണ് അവരുടെ സന്തോഷം നമ്മളോട് പങ്കുവയ്ക്കുന്നതെന്ന് അത് അനുഭവിച്ചറിഞ്ഞാലേ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു പഴയ മോഹൻലാലും ഒരു പുതിയ മോഹൻലാലും ഉണ്ടെന്നുള്ള ഒരു ചർച്ച ശരിക്കും സിനിമാ ലോകത്തുണ്ട്, ഇൻഡസ്ട്രിയിൽ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വിൻറ്റേജ് മോഹൻലാലിനെ കാണാൻ കൂടിയാണോ ഒരിക്കൽ ഇങ്ങനെ തിരിച്ചു പോകുന്നത് തിയേറ്ററിലേക്ക്? അത്തരം ഒരു ഘടകം കൂടി അത്രയും ചർച്ചകളൊക്കെ പറയുന്നുണ്ട്. കാരണം ഇവർ മുമ്പ് മോഹൻലാലിനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ വലിയ ഒരു സന്തോഷമുണ്ടല്ലോ, ആ പഴയ കാലത്ത് മോഹൻലാൽ ചെയ്തിരുന്ന അദ്ദേഹം പിന്നീട് വന്നപ്പോൾ അദ്ദേഹം വരുന്ന സിനിമകളൊക്കെ കുറച്ചും കൂടെ ഒരു അദ്ദേഹം താടി വെച്ചൊക്കെ കുറേ കാലമായി അഭിനയിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് താടിയില്ലാത്ത മോഹൻലാലിനെ കാണണം എന്നൊക്കെ പറയുന്ന ഒരു ചർച്ചകളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. തീർച്ചയായിട്ടും എന്താ തോന്നിയിട്ടുള്ള മോഹൻലാലിന് അങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? അല്ല, മോഹൻലാൽ ഈ അടുത്ത കാലത്ത് അത് വരുന്നത് മനഃപൂർവ്വമല്ല. അദ്ദേഹം ഒരു സിനിമ തുടങ്ങിക്കുമ്പോൾ താടി വെച്ചൊരു സിനിമ അഭിനയിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ പഴയ പോലെ ഒറ്റ ഷെഡ്യൂളിലൊന്നും അല്ല. അദ്ദേഹം മറ്റു ഭാഷകളിലും കൂടെ സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് ഒറ്റ ഷെഡ്യൂളിൽ സിനിമകൾ തീരാറില്ല. അപ്പോൾ ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണമാണ് മറ്റു ഭാഷകളിലും സംഭവിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ ഇവിടേക്കും അതായിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് താടി പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങളൊക്കെ തീർത്ത ശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിന് നമുക്ക് ആ താടി ഇല്ലാത്ത മോഹൻലാലിനെ വീണ്ടും കിട്ടി. ഇപ്പോൾ വിനീത് വിദ്യാസാഗറിൻ്റെ കൂടെ ഇരുന്നാണ് പടം, ശരിയാണോ? അത് വേറെ തന്നെ ഒരു അനുഭവമായിരിക്കും അല്ലേ? പിന്നെ കാരണം എന്താ പറയുക, നമ്മുടെ ഈ സിനിമ ദേവദൂതൻ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഓരോ മ്യൂസിക് വരുമ്പോഴും ലിറ്ററലി നമുക്ക് ഗൂസ് ബംസ് വരുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ആദ്യം ഞാൻ വിചാരിച്ചു ഞാൻ ആ സിനിമയുടെ ഭാഗമായതുകൊണ്ട് എനിക്ക് മാത്രമാണ്. പക്ഷെ അങ്ങനെയല്ല, ഓരോരുത്തർ ഇത് പറയുമ്പോൾ അത് ഭയങ്കരമായിരുന്നു. കാരണം ഒരു സിംഫണി ഓർക്കസ്ട്ര എങ്ങനെയാണോ ആളുകൾ ഒരു ആംഫി തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്, അതുപോലെയായിരുന്നു ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ രാഗത്തിൽ പോയപ്പോൾ 860ഓളം സീറ്റുകളുണ്ട് അവിടെ. ആ സീറ്റുകളെല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു സ്പൈറൽ പോലെ ഇങ്ങനെ ഇരിക്കുക. അവിടെ മുഴുവൻ ആളുകൾ ഇരുന്ന് ക്ലാപ്പ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന അതാണ് ഒരു മ്യൂസിക്കൽ എന്താ പറയുക, ഒരു വിരുന്ന് ആളുകൾ എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണോ. അപ്പോൾ അത് വിദ്യാജിയുടെ ആ മ്യൂസിക്കിൻ്റെ ഒരു മാജിക്കാണ്. ആ മ്യൂസിക്കിൽ തന്നെയാണ് ശരിക്കും ദേവദൂതൻ ഇത്രയും വർഷം ട്രാവൽ ചെയ്ത് വന്നതും. ആ ഓരോ പാട്ടുകളും വരുമ്പോഴും ക്ലാപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് ആ മാജിക്ക് ഭയങ്കരമാണ്. ഇപ്പോൾ എന്തൊരു മഹാനുഭാവലോ എന്ന് പറയുന്ന കീർത്തനം 2 തവണയുണ്ട് പടത്തിൽ. തിയേറ്ററിൽ നിന്ന് തീരുമ്പോൾ മൊത്തം സിനിമ തീരുമ്പോൾ ഒരു ക്ലാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് അവർ അവിടെ തന്നെ ഇരിക്കുന്നു വീണ്ടും ഈ പാട്ട് തുടങ്ങുമ്പോൾ. അത് ആ മാജിക്കാണ്. അതെ, ഇപ്പോൾ സിയാദ് കോക്കർ നിർമ്മാതാവ് തന്നെ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രസ് മീറ്റിൽ പറയുകയുണ്ടായി, ഒരു നാഷണൽ അവാർഡ് തന്നെ ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇതെന്ന്, അതിനുള്ള ശ്രമം നടത്തും എന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ സാറും ഉണ്ടായിരുന്നു ആ വേദിയിൽ തന്നെ. അപ്പോൾ എന്താണ് സത്യത്തിൽ ഇത് അതിനുള്ള സാധ്യത, അതിൻ്റെ സാങ്കേതികത, നിയമവശങ്ങളൊന്നും നമുക്കറിയില്ല. എങ്കിൽ പോലും ഇത് റീസെൻസേർഡാണ്. ഇത് പുതിയ വേർഷനായിട്ട് എഡിറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്തായാലും എഡിറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ റീസെൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ സിനിമയായിട്ട് പരിഗണിക്കുമോ എന്നുള്ളതാണ് അതിൻ്റെ നമുക്കറിയേണ്ടത്. ആ നിയമവശങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷമായിരിക്കും അങ്ങനെ ഒരു മൂവ്. അതിനു മുമ്പ് തന്നെ സംസ്ഥാന അവാർഡുകൾ കിട്ടിയതാണ്. 3 സംസ്ഥാന അവാർഡുകൾ കിട്ടി. മികച്ച മ്യൂസിക്കിനും, മികച്ച കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനും, ജനപ്രീതിയും കലാമൂല്യമുള്ള ചിത്രത്തിനും അന്ന് പുരസ്കാരം കിട്ടി. പക്ഷേ അന്ന് തിയേറ്ററിൽ ആദ്യം പിന്തള്ളപ്പെട്ടു പോയൊരു സിനിമയ്ക്ക് ജനപ്രീതിക്കുള്ള അവാർഡ് ചരിത്രത്തിലാദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവാർഡ് വാങ്ങിയില്ല. കാരണം എൻ്റെ മനസ്സാക്ഷിയിൽ ഈ സിനിമ ജനപ്രീതി നേടാത്ത സിനിമയാണ് അന്ന്. അപ്പോൾ ആ അവാർഡ് എനിക്ക് അർഹതപ്പെട്ടതല്ല എന്നുള്ള ബോധ്യം കൊണ്ട് ഞാൻ അവാർഡ് സ്വീകരിക്കാൻ പോയില്ല. അതുമാത്രമാണ് ചരിത്രം കേട്ടോ. അല്ലാതെയും അങ്ങനെ ജനപ്രീതി ഓടാത്ത സിനിമകൾക്ക് അങ്ങനെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വാങ്ങിക്കാതിരുന്നത് സാറ് മാത്രം. മാനസിക വിഷമവും കാരണമല്ലേ? അത് നമുക്ക് അർഹതയില്ലാത്തൊരു കാര്യത്തെ അത് അന്ന് ഓടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 3-4 ആഴ്ച ഓടിയിരുന്നെങ്കിൽ പോലും നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഒരുപാട് അർഹതപ്പെട്ടത് തന്നെയാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നില്ലേ? ആ അർഹത ഇപ്പോഴാണ്. ഇനി വേണമെങ്കിൽ എനിക്ക് അവാർഡ് സ്വീകരിക്കാം. സാർ, ഇത് തന്നെയാണ് അവാർഡെന്ന് എനിക്ക് തോന്നുന്നു. പ്രേക്ഷകർ ഇരുവും കൈ നീട്ടി കൂടുതലൊന്നും കിട്ടാനില്ല. കാരണം ഈ ഒരു പുതിയ തലമുറ ഈ സിനിമയെ ഏറ്റെടുക്കുകയും നമ്മുടെ സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ച ഇതൊരു റിലീസ് നടക്കുമ്പോൾ കുറച്ച് ദിവസം കുറേ പേര് വന്ന് കാണുമായിരിക്കും എന്നുള്ളതാണ്. ഇതങ്ങനെയല്ല. ഇത് ഫസ്റ്റ് ഷോ തൊട്ട് എല്ലായിടത്തും എന്താണ് തിയേറ്ററുകളുടെ എണ്ണവും കൂടി.
തിയേറ്ററുകളുടെ എണ്ണം 50 എന്നുള്ളത് 100 അതും കടന്നു അതിന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് തൊട്ട് വീണ്ടും കൂടുകയാണ്. ഈ മോഹൻലാൽ എന്തെങ്കിലും പ്രതികരിച്ചോ? അപ്പോൾ ഈ റീ റിലീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഞാൻ ഈ ഫ്ലോറിലേക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തെ ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. തിരിച്ച് വിളിച്ചത് ഞാൻ ഈ ഫ്ലോറിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് പടം കാണുകയാണ്. അദ്ദേഹം ഇന്ന് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഗുജറാത്തിലായിരുന്നു, 2 ആഴ്ചയോളം ഗുജറാത്തിലായിരുന്നു. അപ്പം അവിടെ വലിയ മഴ കാരണം ഷൂട്ടിംഗ് നടന്നില്ല. അദ്ദേഹം തിരിച്ച് ഇന്ന് ചെന്നൈയിലെത്തി. അപ്പം സിനിമ കാണാനുള്ള ആഗ്രഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലുള്ള സ്റ്റുഡിയോയിൽ തന്നെ സിനിമ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നതിൻ്റെമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സന്തോഷങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഹീസ് ഓൾസോ വെരി ത്രിൽഡ്. അദ്ദേഹം ഭയങ്കര സന്തോഷത്തിലായി. ഇപ്പൊ ജയപ്രദയാണ് മറ്റൊരു മുഖ്യ കഥാപാത്രം ചെയ്തിരുന്നത്. അവരെ എങ്ങനെയാ പ്രതികരിച്ചു? മീൻസ് ജയപ്രദയെ ഞാൻ ഇന്ന് രാവിലെയും അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, മെസ്സേജ് അയക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല. എൻ്റെ കയ്യിലുള്ള നമ്പർ ശരിയാണെന്ന് പറയുന്നത് ഞാൻ അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ അറിയിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും സുപ്രധാനമായ കഥാപാത്രം ചെയ്ത ഒരാളെന്ന നിലയിൽ അവരെ കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.